ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ നാൾക്ക് ശേഷം വീണ്ടും ഒരു ലോങ് വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. വേറൊന്നുമല്ല, കഴിഞ്ഞ വീക്കിൽ ഞാൻ എൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഹെയറിൻ്റെ ആണെങ്കിലും ഫേസിൻ്റെ ആണെങ്കിലും രണ്ട് വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒരുപാട് റെസ്പോൺസാണ് എനിക്ക് വന്നത്. കാരണം എന്നെപ്പോലെ തന്നെ ഒരുപാട് പേര് സ്കിന്നിൻ്റെ ആണെങ്കിലും ഹെയറിൻ്റെ ആണെങ്കിലും പ്രശ്നങ്ങളായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഒരുപാട് പേർക്ക് ഞാൻ യൂസ് ചെയ്ത പ്രൊഡക്റ്റ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ അത് കൂടാതെ എനിക്ക് ഒരുപാട് DM വന്നു. എങ്ങനെയായിരുന്നു എൻ്റെ ഒരു ആക്നെ പ്രോൺ സ്കിന്നിൽ നിന്ന് ഞാൻ നോർമലിലേക്കായ ഒരു ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയായിരുന്നു, ഫ്രം ദ ബിഗിനിങ് ടു ഇപ്പോൾ വരെ എങ്ങനെയായിരുന്നു എന്ന് എക്സ്പ്ലനേഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ലെറ്റ്സ് എക്സ്പ്ലെയിൻ ഹൗ വാസ് മൈ ട്രാൻസ്ഫോർമേഷൻ. എൻ്റെ ഫേസിൽ ആക്നെ വന്ന് തുടങ്ങുന്നതിൻ്റെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ, ഞാൻ ജർമ്മനിലേക്ക് മൂവ് ചെയ്തതിന് ശേഷം ഇവിടെ വന്ന് ക്ലൈമറ്റിൻ്റേതായിട്ട് എനിക്ക് വലിയ പ്രശ്നമൊന്നും ഫീൽ ചെയ്തിട്ടില്ലായിരുന്നു. മെയിൻ പ്രശ്നം തുടങ്ങുന്നത് ഞാനിവിടെ വന്ന് ഇവിടുത്തെ ചോക്ലേറ്റ് ചിപ്സൊക്കെ ഒരുപാട് കഴിക്കുമായിരുന്നു. മെയിനായിട്ട് ഓയിലി ഫുഡ്. പഴംപൊരി എന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡാണ്. അപ്പം ഞാൻ മിക്കപ്പോഴും പഴംപൊരി ഉണ്ടാക്കി കഴിക്കും. അതല്ലാതെ ആയിട്ടുള്ള ഓയിലി ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസൊക്കെ കഴിക്കാൻ തുടങ്ങിയതിൽ പിന്നെ ചെറിയ ചെറിയ കുരുക്കളായിട്ടാണ് ഫസ്റ്റ് എനിക്ക് സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ അതൊന്നും ഞാൻ അത്ര വലിയ കാര്യമാക്കിയില്ല. ഇത് 1-2 ദിവസം കഴിയുമ്പോൾ പോകുമായിരിക്കും. നോർമലി എൻ്റെ പീരീഡ്സിൻ്റെ ടൈം ആകുമ്പം 1-2 പിമ്പിൾസൊക്കെ അവിടെ ഇവിടെ വരാറുണ്ട്. അത് ആ ഒരു ടൈം കഴിയുമ്പം അങ്ങനെ പോവാറുമുണ്ട്. അപ്പം ഞാൻ അതേപോലെയാണ് ഞാൻ ഇതും കരുതിയത്. 1-2 ദിവസം കഴിയുമ്പോഴത്തേക്കും ഇത് പോകുമായിരിക്കുന്നു. പക്ഷേ ഇത് പോയില്ല. 1-2 ദിവസമല്ല, ഓരോരോ ദിവസം കഴിയും തോറും നമ്പർ ഓഫ് പിമ്പിൾസ് എന്ന് വെച്ചാൽ അതിൻ്റെ നമ്പർ കൂടുന്നതല്ലാതെ കുറയുന്നില്ല. അപ്പം തൊട്ടായപ്പം എനിക്ക് ചെറിയൊരു ടെൻഷൻ ആവാൻ തുടങ്ങി. ഇനി എൻ്റെ ഫേസിൽ കംപ്ലീറ്റ് ഇതാവോ, ഇവത്തിന്ന് എനിക്കൊരു മോചനമില്ലേ, ഞാൻ എന്ത് ചെയ്യും, അങ്ങനത്തെ ഒരു ഭയങ്കര ടെൻഷനായിരുന്നു എനിക്ക്. ഇവിടെ ആണെങ്കിൽ നല്ലൊരു ഡെർമറ്റോളജീനെ കൺസൾട്ട് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര പാടാണ്. വേറൊന്നുമല്ല, അപ്പോയിൻമെൻറ്റ് കിട്ടാൻ തന്നെ 2-3-4 മാസങ്ങൾ എടുക്കാം, അല്ലെങ്കിൽ 2-3 ആഴ്ച എടുക്കാം. ലക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ നിയറസ്റ്റ് ആയിട്ടുള്ള ഡേറ്റ് കിട്ടും. അല്ലെങ്കിൽ ഇപ്പോഴെടുത്തു കഴിഞ്ഞാൽ 3-4 മാസം കഴിഞ്ഞിട്ടുള്ള ഒരു അപ്പോയിൻമെൻറ്റ് ഡേറ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ ഫേസിൽ പിമ്പിൾ വന്ന് നിറഞ്ഞ് പഴുത്ത് മൊത്തം എന്താ പറയുക, കുളമായിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായി, ഇത് നോക്കിയിരുന്നിട്ട് കാര്യമില്ല. ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ചെയ്താൽ മാത്രമേ എൻ്റെ ഫേസ് നേരെയാവത്തുള്ളൂ. എനിക്കാണെങ്കിൽ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാവാൻ തുടങ്ങി. കാരണം രാവിലെ എണീക്കുമ്പോഴത്തേക്കും ഓരോന്നും അവിടെ ഇവിടെ പൊങ്ങിയിട്ട് അതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പഴുത്തിങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കും. അപ്പം ഭയങ്കര നമ്മൾ ഓൾറെഡി ഒറ്റയ്ക്ക് നിൽക്കുന്നതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകും. അതിൻ്റെ കൂടെ ഇങ്ങനെയുള്ളതും കൂടെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര നമ്മൾ മെൻ്റലി അങ്ങ് തളർന്ന് പോകും. അങ്ങനെ ഞാൻ ഇവിടെ DM, റോസ്മാൻ അതേപോലുള്ള ഇൻസ്റ്റോറുണ്ട്. അപ്പോൾ സ്റ്റോറിൽ പോയിട്ട് ഞാൻ അത്യാവശ്യം നല്ലൊരു ഫേസ് വാഷ് മേടിച്ചു. അതേപോലെ എന്താ പറയുക, ഞാൻ ജസ്റ്റ് ഗൂഗിളിലൊക്കെ നോക്കിയിട്ട് ഈ ആക്നെ മാർക്ക് കുറയ്ക്കുന്നത് അല്ലെങ്കിൽ പിമ്പിളിന് പറ്റുന്ന 1-2 ക്രീമൊക്കെ യൂസ് ചെയ്ത് തുടങ്ങി. പക്ഷെ അതൊന്നും എനിക്ക് അത്ര വലിയ റിസൾട്ട് ഒന്നും തുടങ്ങിയില്ല. 2 വീക്ക് ഞാൻ യൂസ് ചെയ്തു. പക്ഷെ യൂസ് ചെയ്യുന്നതല്ലാതെ ഒരു ചേഞ്ച് മൗത്തിൽ നിന്ന് ഉണ്ടാവുന്നില്ലായിരുന്നു. പൈസ പോകുന്നതല്ലാതെ റിസൾട്ട് വരാണ്ടായപ്പോഴത്തേക്കും ഞാൻ ആ ഒരു സ്കിൻ കെയർ റൂട്ടീൻ അവിടെ ഞാൻ ഉപേക്ഷിച്ചു. അതേപോലെ മറ്റുള്ളവരെ പോലെ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, എൻ്റെ സ്കിന്ന് എന്ത് ടൈപ്പാണ്, ഡ്രൈ സ്കിന്നാണോ ഓയിലി സ്കിന്നാണോ അതോ കോമ്പിനേഷൻ സ്കിന്നാണോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം നമുക്ക് ഫസ്റ്റ് നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് മനസ്സിലായാൽ മാത്രമേ നമുക്ക് ഏത് പ്രൊഡക്റ്റാണ് അതിന് വേണ്ടി യൂസ് ചെയ്യേണ്ടത് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. എന്നാലേ നമ്മുടെ സ്കിന്നിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റിന് ഒരു റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങളാണെങ്കിലും ഫസ്റ്റ് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ ഫസ്റ്റ് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്നുള്ളത് മനസ്സിലാക്കാൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ നോക്കുക. ഓയിലി ആണോ, ഡ്രൈ സ്കിന്നാണോ, കോമ്പിനേഷൻ സ്കിന്നാണോ, അങ്ങനെ ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ സ്കിന്ന് കോമ്പിനേഷൻ സ്കിന്നാണ്. എന്ന് വെച്ചാൽ ചില സ്ഥലത്ത് ഓയിലി ആയിരിക്കും, ചില സ്ഥലത്ത് ഡ്രൈ ആയിരിക്കും. അങ്ങനെ ഞാൻ അതിന് പറ്റിയ ഒരു ഫേസ് വാഷ് വാങ്ങിച്ചു, ഒരു മോയ്സ്ചറൈസർ ചൂസ് ചെയ്തു, ഒരു സൺസ്ക്രീനും അതേപോലെ തന്നെ ഈ സെറവും വാങ്ങിച്ചു. എന്നിട്ട് എൻ്റെ സ്കിൻ കെയർ റൂട്ടീൻ ഞാൻ അവിടെ തൊട്ടാണ് പ്രോപ്പറായിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്.
ഒട്ടുമിക്കവരെ പോലെ തന്നെയാണ് ഞാനും. കാരണം 1-2 ദിവസം നമ്മൾ ആ ഒരു മോട്ടിവേഷനിൽ നന്നായിട്ട് അങ്ങ് ചെയ്യും. പിന്നെ 3-ാമത്തെ ദിവസം ആകുമ്പം ആരെങ്കിലും ഇങ്ങനെ പുറകിൽ നിന്ന് പുഷ് ചെയ്യണം. അങ്ങനെ അപ്പം കൂടുതലും മടിയായിരിക്കും ഇതൊക്കെ ചെയ്യാനായിട്ട്. രാത്രിയാണെങ്കിലും നമ്മൾ വർക്കും ക്ലാസ്സും ഇതൊക്കെ കഴിഞ്ഞിട്ട് മേലെല്ലാം ദേഹമൊക്കെ കഴുകി ഫുഡ് കഴിച്ചിട്ട് പിന്നെ ഈ സ്കിൻ കെയർ ചെയ്യണമെന്ന് ഓർക്കുമ്പോൾ ഇന്ന് ചെയ്യണമെങ്കിൽ നാളെ ചെയ്യാം എന്നുള്ളൊരു മടിയിൽ പിന്നെയും കിടന്നുറങ്ങും. പക്ഷെ എൻ്റെ ഫേസ് ഇത്രയും വൃത്തികേടായപ്പോൾ പിന്നെ ഞാൻ ആ മടിയൊക്കെ അങ്ങ് മാറ്റി വെച്ച് പ്രോപ്പറായിട്ട് മോർണിംഗും നൈറ്റും ഈ ഒരു സ്കിൻ കെയർ റൂട്ടീൻ ഞാൻ അങ്ങ് ഫോളോ ചെയ്യാനായിട്ട് തുടങ്ങി. രാവിലെ ആണെങ്കിലും നൈറ്റ് ആണെങ്കിലും ഫസ്റ്റ് ഫേസ് വാഷ് വെച്ചിട്ട് നന്നായിട്ട് ഫേസ് ക്ലെൻസ് ചെയ്യും. ക്ലെൻസ് ചെയ്തിട്ട് പിന്നെ ചെയ്യേണ്ട ഒരു മിസ്റ്റേക്കാണ്, നമ്മൾ ഹെയറിലും അല്ല നമ്മൾ കുളിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ടവൽ തന്നെ ഫേസിൽ യൂസ് ചെയ്യരുത്. പ്രത്യേകം സെപ്പറേറ്റ് നല്ല വൃത്തിയുള്ളൊരു ടവൽ യൂസ് ചെയ്യുക. എന്നിട്ട് അതാണെങ്കിലും ഒരു 2-3 ദിവസം കൂടുമ്പോൾ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. അതേപോലെ തന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ യൂസ് ചെയ്യുന്ന പില്ലോ കവറും ബെഡ്ഷീറ്റും. ഇതും ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ ഫേസ് വാഷ് വെച്ച് ക്ലെൻസ് ചെയ്തതിന് ശേഷം നന്നായിട്ട് എന്താ പറയുക ടവലൊക്കെ വെച്ചിട്ട് നന്നായിട്ട് അതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞതിന് ശേഷം ഈ സെറം യൂസ് ചെയ്യുക. സെറം ഒരു 2-3 ഡ്രോപ്പ് അത്രയും മതിയാവും. എന്നിട്ട് നന്നായിട്ട് എല്ലായിടത്തും എന്താ പറയുക അപ്ലൈ ചെയ്തതിന് ശേഷം കുറച്ച് ടൈം കൊടുക്കുക, നന്നായിട്ടൊന്ന് അബ്സോർബ് ആവണം. അതിന് ശേഷം നമ്മൾ യൂസ് ചെയ്യുന്ന നല്ലൊരു മോയ്സ്ചറൈസർ ഇടുക. മോയ്സ്ചറൈസർ ഇട്ടതിന് ശേഷം സൺസ്ക്രീൻ വെച്ചിട്ട് അത് ഫിനിഷ് ചെയ്യുക. സൺസ്ക്രീൻ ഇട്ടാലും എൻ്റെ ഒരു ഇതിൽ എനിക്ക് ഒരുപാട് ഓയിലി ആവുന്ന ഇഷ്ടമല്ല. എൻ്റെ സ്കിൻ എപ്പോഴും അത്യാവശ്യം ഓയിലി അല്ലാതെ ഈ ഒരു ടെക്സ്ചറിലിരിക്കുന്നതാണ് എനിക്കിഷ്ടം. അപ്പം ഞാൻ ഈ ഒരു സൺസ്ക്രീനും എല്ലാം യൂസ് ചെയ്തിട്ട് കുറച്ച് ടൈം ഇതെല്ലാം ഒന്ന് സെറ്റ് ആവാനായിട്ട് വെയിറ്റ് ചെയ്യും. എന്നിട്ടാണ് ഇപ്പോൾ എവിടെയെങ്കിലും നോർമലി വീട്ടിൽ ഇരിക്കുകയാണ് അല്ലെങ്കിൽ ക്ലാസ്സിലും വർക്കിലൊക്കെ പോവുകയാണെങ്കിൽ മേക്കപ്പ് ഒന്നുമില്ല, അല്ലാതെ നമ്മൾ പുറത്ത് പോകുമ്പോൾ ജസ്റ്റ് ഒരു നോ മേക്കപ്പ് ലുക്ക് അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പം അതൊക്കെ ചെയ്തിട്ട് ആയിരുന്നു ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ചെയ്തൊരു 2 വീക്സ് പ്രോപ്പർ പറയണ 2 വീക്സ് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഈ കുരുവൊക്കെ ഒന്ന് വരുന്നത് അങ്ങ് പയ്യെ നിന്ന് ചെറുതായിട്ട് അവിടെ ഇവിടെയുള്ള മാർക്കുകളൊക്കെ മായാൻ തുടങ്ങി. എൻ്റെ ഒരു മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഈ കുരു എല്ലാം വന്നു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ആ കുരുവിൽ തൊടുക അങ്ങനെയൊന്നും ചെയ്യാറില്ല. കാരണം മിക്കവരും പറയും നമുക്കൊരു പിമ്പിൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഇങ്ങനെ പിടിക്കരുത്, കാരണം അതിങ്ങനെ എന്താ പറയുക സ്പ്രെഡ് ആവുമെന്നൊക്കെ അവർ പറയുന്നേക്കാം. അപ്പം ഞാൻ പിമ്പിൾ വന്നു കഴിഞ്ഞാൽ ഒരു കുരു പുതിയതായിട്ട് വന്നു കഴിഞ്ഞാൽ പിമ്പിൾ പാച്ച് യൂസ് ചെയ്യാൻ തുടങ്ങി. പിമ്പിൾ പാച്ച് എന്ന് പറയുന്നത് അടിപൊളി സാധനമാണ്. നല്ലൊരു പിമ്പിൾ പാച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരുമാതിരി നമുക്ക് ഈ വരുന്നതിനെയൊക്കെ ഒന്ന് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം പുതുതായിട്ട് വരുന്ന പിമ്പിളിനെ ഞാൻ പിമ്പിൾ പാച്ച് വെച്ച് പ്രിവെൻറ്റ് ചെയ്ത് സ്കിൻ കെയർ റൂട്ടീൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്ന് ഈ പ്രൊഡക്റ്റ് നിർത്തിയില്ല. 1-ാമത്തെ ബോട്ടിൽ തീർന്നു, 2-ാമത്തത് വാങ്ങിച്ചു, 3-ാമത്തെ വാങ്ങിച്ചു, 4-ാമത്തെ വാങ്ങിച്ചു. ഇപ്പം ഞാൻ ഒരു 5-ാമത്തെ 6-ാമത്തെ അങ്ങോട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്രയും ഞാൻ കണ്ടിന്യൂസ് വാങ്ങിച്ചു. എൻ്റെ ഒരു വൃത്തികെട്ട സ്വഭാവം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു സാധനം യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ ആയിരിക്കും വേറെ ആരെങ്കിലും പറഞ്ഞാൽ ഇത് നല്ലതാണ്, അപ്പോൾ ഞാൻ ഉടനെ അങ്ങോട്ട് പോകും. ആ ഒരു സ്വഭാവം എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് നമ്മളൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ തുടങ്ങി അതിന് റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് അത്യാവശ്യം നമ്മൾ യൂസ് ചെയ്താൽ മാത്രമേ അതിന് റിസൾട്ട് കിട്ടത്തുള്ളൂ. ചിലവരുടെ ഫേസിൽ ഇപ്പം എൻ്റെ ചില കസിൻസിൻ്റെയൊക്കെ ഫേസ് ആണെങ്കിൽ അവർക്കൊരു ഇപ്പോൾ ഒരു മോയ്സ്ചറൈസർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സൺസ്ക്രീനൊക്കെ യൂസ് ചെയ്ത് തുടങ്ങിയാൽ അവർക്ക് റിസൾട്ട് പെട്ടെന്നായിരിക്കും. പക്ഷേ എൻ്റെ സ്കിൻ അങ്ങനെയല്ല. എൻ്റെ സ്കിന്നിൽ ഒരു 2 വീക്സ് എടുക്കും, 3 വീക്സ് എടുക്കും റിസൾട്ട് ജസ്റ്റ് ഒന്ന് വിസിബിൾ ആവാനായിട്ട്. അപ്പം ഈ ഒരു ജേണിയിൽ ഞാൻ ഒരിക്കലും എൻ്റെ ഈ ഒരു സെറം ഞാൻ മാറ്റിയിട്ടില്ല. അതേപോലെ സൺസ്ക്രീനും ഞാൻ നാട്ടിൽ നിന്ന് വരുത്താണ് ചെയ്തത്. കാരണം ആ സാധനം ഇവിടെ അവൈലബിൾ അല്ല. അപ്പം നാട്ടിൽ നിന്ന് ഞാൻ ഒരു 4-5 ആദ്യമേ ഞാൻ എത്തിച്ചു. അതിനുശേഷം ഒരു 3 എക്സ്ട്രാ കൊണ്ടുവന്നു. പിന്നെ എനിക്കിപ്പം നിലവിൽ ആ സാധനം എൻ്റെ തീർന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പം ഇവിടുന്ന് വാങ്ങിച്ച ഒരു സൺസ്ക്രീനാണ് ഇപ്പം യൂസ് ചെയ്യുന്നത്. അതിൻ്റെ എനിക്ക് യൂസ് ചെയ്തിട്ട് അത്യാവശ്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 1 വീക്ക് ആയതേ ഉള്ളൂ. അപ്പം അത് യൂസ് ചെയ്ത് നല്ലതാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ അത് ഷെയർ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ഞാനപ്പം ഈ ഒരു എന്താ പറയുക ട്രാൻസ്ഫോർമേഷൻ ജേണിയിൽ ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയ സാധനം ഒന്നും ഞാൻ ചേഞ്ച് ചെയ്തിട്ടില്ല. ഇത് തന്നെയാണ് ഞാൻ ആ ഒരു ഫ്രം ദ ബിഗിനിങ് തൊട്ട് ഇതൊന്ന് ഫെയ്ഡ് ആകുന്ന ടൈം വരെ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്.
അപ്പം ഈ ഒരു ജേണിയിൽ ഇതൊക്കെയെന്ന് വെച്ചാൽ ഓക്കെ, നമുക്ക് തന്നെ നമ്മുടെ ഫേസ് കാണുമ്പോൾ ഉള്ള ഓൾറെഡി കുറച്ച് ടെൻഷനും, എനിക്കാണെങ്കിൽ ആ ടൈമിലൊക്കെ ഞാൻ അതിനു മുന്നേ ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തതായിരുന്നു. ചെറിയ ചെറിയ ഷോർട്സ് ഒക്കെ ഇട്ട് തുടങ്ങിയ ചാനലായിരുന്നു. ഇങ്ങനെ ഇത്രയും എൻ്റെ ഫേസ് ആയാലും പിന്നെ എനിക്ക് തന്നെ എൻ്റെ കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു. ഞാൻ എങ്ങനെ വീഡിയോ ചെയ്യും, ഞാൻ എങ്ങനെ എൻ്റെ ഫേസ് കാണിക്കും എന്നൊരു ടെൻഷനായിരുന്നു. ആ സമയത്ത് ഇട്ട 1-2 വീഡിയോയിലൊക്കെ എൻ്റെ ആ ഒരു ഫേസ് അത്യാവശ്യം കാണാൻ പറ്റും. ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും ഞാൻ ചെയ്തിട്ടുള്ള 1-2 മിക്കതൊക്കെ നമുക്ക് ആ ഒരു ടൈമിൽ ഈ ഒരു ഫേസ് കാരണം ഞാൻ ഒരുപാട് ടൈം എൻ്റെ വേസ്റ്റ് ചെയ്തു. കുറേയൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാതെ വെച്ചു. അപ്പം നമ്മളുടെ സ്വന്തമായിട്ട് ഇങ്ങനെ കോൺഫിഡൻസ് പോയിരിക്കുന്ന സമയത്തായിരിക്കും നമ്മൾ നാട്ടിലോട്ട് ആരെങ്കിലും വീഡിയോ കോൾ ചെയ്യുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ വേറെ കാണുന്നവരാണെങ്കിലും ചിലവർ നമ്മൾ ഇൻറ്റൻഷനലി അങ്ങനെ പറയുന്നതല്ലായിരിക്കും. അല്ലത് കാണുമ്പം അവർക്കും ഒരു ബുദ്ധിമുട്ട്, അയ്യോ ഇങ്ങനെ എന്ത് പറ്റി എന്നുള്ളൊരു ഇതിൽ. വേറെ ചിലരാണെങ്കിൽ വിളിക്കുമ്പോൾ തന്നെ അയ്യോ മുഖത്ത് നിറച്ച് കുരുവാണല്ലോ, എങ്ങനെ എന്താ നീ ഇങ്ങനെ കഴിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് പറ്റി നിൻ്റെ ഫേസിൽ ഇങ്ങനെ നിറച്ച് കുരുവാണല്ലോ എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ മൊത്തം കോൺഫിഡൻസും പോവും. അങ്ങനെ ആയപ്പോൾ ആ ഒരു ടൈമിൽ എന്താ പറയുക, ഞാൻ എൻ്റെ വീഡിയോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ പോലും ഞാൻ അങ്ങനെ അപ്ലോഡ് ചെയ്യാറില്ലായിരുന്നു. കാരണം എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഇല്ല. മറ്റുള്ളവർ എന്നെപ്പറ്റി എന്ത് വിചാരിക്കും, മറ്റുള്ളവർ എൻ്റെ ഫേസ് കണ്ടിട്ട് ഇങ്ങനെയാണല്ലോ പറയുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്നെ ഇങ്ങനെ പുറകിലേക്ക് വലിക്കുമായിരുന്നു. പിന്നെന്താ, കൺസിസ്റ്റൻസി മേക്ക് എ റിസൾട്ട് എന്ന് പറയുന്നതിൽ ഞാൻ ഒരുപാട് വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇപ്പോൾ നമ്മൾ എന്ത് കാര്യമാണെങ്കിലും നമ്മളത് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് റിസൾട്ട് കിട്ടിയിരിക്കും. എൻ്റെ കാര്യത്തിൽ ഞാൻ അതിൽ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ്. അങ്ങനെ ഒരു 3 months ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ സ്കിന്നിലെ പാടുകളൊക്കെ പയ്യെ അങ്ങ് ഫെയ്ഡ് ആവാനായിട്ട് തുടങ്ങി. അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, നമ്മൾ പുറമേ തേക്കുന്നത് മാത്രമല്ല നമ്മുടെ സ്കിന്നിൽ എന്താ പറയുക റിസൾട്ട് തരുന്നത്. നമ്മൾ ഉള്ളിൽ കഴിക്കുന്ന ഫുഡിലാണെങ്കിലും വെള്ളത്തിനാണെങ്കിലും എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ഓരോരോ എന്താ പറയുക ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പം ഇതിലൊക്കെ ഞാൻ കൊണ്ടുവന്ന കുറച്ച് മാറ്റങ്ങളെന്ന് പറയുന്നത്, ആദ്യത്തെ ഒരു ടൈമിൽ ഞാൻ ഷുഗർ കംപ്ലീറ്റ്ലി അങ്ങ് കട്ട് ചെയ്തു. നോ ചോക്ലേറ്റ്, നോ ഷുഗർ, അങ്ങനെയായിരുന്നു. ഞാൻ പിന്നെയും സാധനങ്ങൾ വാങ്ങിക്കാൻ പുറത്ത് പോകുമ്പോഴത്തേക്കും ഇതിങ്ങനെ ഈ കുറേ ചോക്ലേറ്റ്, ചിലതൊക്കെ ഇങ്ങനെ എന്താ പറയുക ഡിസ്കൗണ്ട് വന്നിട്ട് അങ്ങനെ ഇരിക്കും. അപ്പോൾ ഇത് കാണുമ്പം ഇങ്ങനെ അട്രാക്ഷനാണ്, എടുക്കണോ വേണ്ടേ, പിന്നെ ഓർക്കും വേണ്ട, ഞാൻ ഇപ്പം ഒരു ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ്, ഇത് കംപ്ലീറ്റ് ചെയ്യും, എന്നാലേ എനിക്ക് എൻ്റെ പഴയ ഫേസിലേക്ക് വരാൻ പറ്റത്തുള്ളൂ എന്നിങ്ങനെ എന്താ പറയുക കൺട്രോളിങ് ആയിരുന്നു കുറേ. അങ്ങനെ ഞാൻ ആ ഒരു ടൈമിൽ എൻ്റെ ഷുഗർ കട്ട് ചെയ്തു, ചോക്ലേറ്റ് ഒന്നും കഴിക്കുന്നില്ല. അങ്ങനെ നമ്മൾ ഫുഡിലും കുറേ ചേഞ്ചസ് കൊണ്ടുവരുന്നത് നമുക്ക് റിസൾട്ട് തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഷുഗർ മാത്രമല്ല, ഓയിലി ഫുഡും അത്യാവശ്യം ഞാൻ കൺട്രോൾ ചെയ്തു. ഫ്രൈഡ് ഐറ്റംസ് ആണെങ്കിലും നമ്മൾ കറികളിൽ ഉപയോഗിക്കുന്ന ഓയിൽ, ബട്ടർ, ചീസ്, ഇതൊക്കെ ഞാനൊന്ന് അത്യാവശ്യം നന്നായിട്ട് കൺട്രോൾ ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ ഇപ്പം എനിക്കൊന്ന് ഗേൾസിന് ഒട്ടുമിക്കവർക്കും വരുന്നൊരു പ്രശ്നമാണ് PCOD, തൈറോയിഡ്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴും നമ്മുടെ സ്കിന്നിലാണെങ്കിലും ഹെയറിനാണെങ്കിലും ബോഡിയിലാണെങ്കിലും ഒരുപാട് ചേഞ്ചസ് വരാറുണ്ട്. അപ്പോൾ ഇതിലൊക്കെ ആണെങ്കിലും കുറേ കാര്യം, അപ്പം ഇങ്ങനെ വരുമ്പോഴാണെങ്കിലും കുറേ ഇതൊക്കെ നമ്മുടെ ബോഡീനെ കൺട്രോൾ ചെയ്യുന്നത് ഫുഡിൽ ചേഞ്ചസ് വരുത്തുന്നതിലൂടെയാണ്. പിന്നെ പറയാനാണെങ്കിൽ സൺസ്ക്രീൻ. ആദ്യമൊന്നും ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യുന്ന ആളല്ലായിരുന്നു ഞാൻ. വേറൊന്നും കൊണ്ടല്ല, ഇതിന് മുന്നേ ഞാൻ ഇൻസ്റ്റയിലിട്ടൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ സ്കിന്നിനെ ഓയിലി ആവുന്നത് വിചാരിച്ചിട്ട് ഞാൻ ഈ സൺസ്ക്രീൻ അതേപോലെ അങ്ങ് സ്കിപ്പ് ചെയ്ത് വിടും. കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ. പക്ഷെ അങ്ങനെ ഈ സൺസ്ക്രീനിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞത് എൻ്റെ ഒരു സിസ്റ്റർ അനു എന്ന് പറഞ്ഞിട്ട് ചേച്ചിയാണ്. അപ്പോൾ ചേച്ചിയാണ് പറയുന്നത്, എടാ നീ സൺസ്ക്രീൻ ഉപയോഗിച്ച് തുടങ്ങുക, സൺസ്ക്രീൻ ഉപയോഗിച്ച് നീ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നിൻ്റെ സ്കിന്നിൽ ഒരുപാട് വ്യത്യാസം വരുമെന്ന് പറഞ്ഞു. കാരണം ചേച്ചി ഇതേപോലെ ചേച്ചിയുടെ സ്കിൻ അത്യാവശ്യം നല്ല ബ്രൈറ്റൻ ആവാൻ ഒരുപാടൊക്കെ ഹെൽപ്പ് ചെയ്തത് ഈ സൺസ്ക്രീനും കൂടെയാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഈ സൺസ്ക്രീൻ നല്ലൊരെണ്ണം ചൂസ് ചെയ്ത് അതും കൂടെ ഈ ഒരു ജേർണിയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തത്. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഫ്രൂട്ട്സ്, നല്ല നല്ല പച്ചക്കറി, ഇലക്കറികൾ, ഇതൊക്കെ നമ്മളുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യുമ്പോഴത്തേക്കും നമ്മളുടെ എന്താ പറയുക ബോഡിയിലും ഒരുപാട് ചേഞ്ചസ് കാണിച്ചു തുടങ്ങും. പിന്നെന്താ, എല്ലാ സെലിബ്രിറ്റികളും പറയുന്ന കണക്ക് ഡ്രിങ്ക് പ്ലെൻറ്റി ഓഫ് വാട്ടർ, ഒരുപാട് വെള്ളം കുടിക്കുക. ഇപ്പം എൻ്റെ ഇതിൽ ഞാൻ അങ്ങനെ ഒരുപാട് വെള്ളം കുടിക്കുന്ന ആളല്ല, പക്ഷെ അത്യാവശ്യം വെള്ളം ഞാൻ കുടിക്കും. അപ്പം നന്നായിട്ട് കീപ് ഹൈഡ്രേറ്റഡ്, നമ്മളുടെ ബോഡി അത്യാവശ്യം നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കുക, അത്യാവശ്യം വെള്ളം കുടിക്കുക. പിന്നെ ഞാൻ അവോയ്ഡ് ചെയ്ത വേറൊരു കാര്യമാണ് ഡ്രിങ്ക്സ്.
കൊക്കക്കോള, സ്പ്രൈറ്റ്, ഫാണ്ട ഇങ്ങനെയുള്ള ഡ്രിങ്ക്സുകളൊക്കെ ഞാൻ കംപ്ലീറ്റ്ലി ആ ടൈമിൽ ഞാൻ നിർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആ ഷുഗർ കട്ട് ചെയ്തതിന് ശേഷം കുറേ നാൾ എനിക്കൊന്ന് 3-4 മന്ത്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കുറച്ച് പയ്യെ അത് ഷുഗർ അല്ല, ഞാൻ ശർക്കരയാണ് യൂസ് ചെയ്തത്. കാരണം ഷുഗറിന് പകരം ശർക്കര യൂസ് ചെയ്യുമ്പോൾ അത്രയും പ്രശ്നം വരത്തില്ല. ചിലവർ പറയും ബ്രൗൺ ഷുഗർ യൂസ് ചെയ്യാം, പക്ഷെ ബ്രൗൺ ഷുഗർ ഞാൻ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ ആക്നെ പ്രോൺ സ്കിന്നിൽ നിന്ന് ഇപ്പോഴത്തെ ഒരു നോർമൽ സ്കിന്നിലേക്ക് മാറിയത്. ഇതാണ് എൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ ജേണി. എനിക്ക് തോന്നുന്നു ഇത് ഇപ്പം ഞാൻ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ കുറേ പേർക്കൊക്കെ റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ ഒരുപാട് ഇതേപോലെ പ്രശ്നങ്ങൾ ഇപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്ന കുറച്ച് പേർക്കെങ്കിലും ഇത് ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇനി ഒരുപാട് ഇങ്ങനെ വലിച്ചു നീട്ടുന്നില്ല, ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.